ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു. റോഡ് അപകടങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായാണ് ബന്ധപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അപ്പൊ അത് തീർച്ചയായിട്ടും എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. ആ നടപ്പിലാക്കാനുള്ള ബോഡിനെയാണിത്. അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. അത് നമുക്ക് ഇടയ്ക്ക് പരിശോധിക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ വഴിയോര കച്ചവടം നിർത്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിയൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് മറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാ, അത് കഴിഞ്ഞ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ വരിക, അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഈ പഞ്ചായത്ത് നടത്തുന്നത്. ഞാനും കഴിഞ്ഞ 5 വർഷം ഇവിടെ മെമ്പറായിരുന്നു. അപ്പൊ വഴിയോര കച്ചവടം നിർത്തണമെങ്കിൽ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുമായി അവരെ വിളിച്ച് ഇരുത്തിയിട്ടാണ് ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയും. നടക്കേണ്ട കാര്യമാണ്. അല്ലെ നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വെച്ചു വഴിയോര കച്ചവടം നിരോധിക്കുക എന്നുള്ളത് വെച്ചാൽ അത് നടപ്പിലാക്കണമെങ്കിൽ അവർ യൂണിയൻ ഉണ്ട് എന്നുള്ള സത്യമാണ്. ആ യൂണിയൻകാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരായിട്ട് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം. ഗ്രാമപഞ്ചായത്ത് അധികൃതർ, MVD, PWD ഉദ്യോഗസ്ഥർ, ഓട്ടോ തൊഴിലാളി യൂണിയൻ, ബസ് തൊഴിലാളി യൂണിയൻ, CITU, INTUC, വ്യാപാരി വ്യവസായി പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചാണ് യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പൊതുജന സുരക്ഷയെ മുൻനിർത്തിയും സ്കൂൾ ആരംഭിച്ചതോടനുബന്ധിച്ചുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് യോഗം ചേർന്നത്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K നന്ദകുമാർ, ചേലക്കര പോലീസ് SHO സുജിത് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ MP സെന്തിൽ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ M അബു, CS ഗീവർ, RC രവി, ജോഷി, ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളായ ബാലകൃഷ്ണൻ, ഷമീർ, ബസ് തൊഴിലാളി യൂണിയൻ ഭാരവാഹി രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എടുത്തിട്ട് വേണം അത് നടപ്പിലാക്കാനായിട്ടുള്ളത്. ശരി, മുമ്പ് തീരുമാനം എടുത്ത് നടപ്പിലാക്കിയില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീരുമാനങ്ങളെ എടുക്കാൻ പാടില്ല എന്നാണോ? ഇപ്പൊ സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ വരെ തീരുമാനങ്ങൾ നടപ്പിലാക്കാത്ത എത്രയോ സംഭവ വികാസങ്ങൾ നമുക്കിവിടെ നടക്കുന്നതായിട്ട് നമ്മൾ എല്ലാത്തിനെയും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചോടുകൂടി കാണണ്ട. അതായത് ചേലക്കര ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പോലീസിൻ്റെതായിട്ടുള്ള നോട്ടത്തിൽ ഉണ്ടാകുന്ന നമുക്ക് ചെയ്യാവുന്ന കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് രീതിയിൽ ഫലപ്രദമായി നടപ്പിലാക്കി ഇതെല്ലാം ഇപ്പൊ ഞാൻ പറയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയും ഈ 2 സൈഡ് ഈ റോഡ് 4 വരിയാക്കാനായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് പ്രായോഗികമായി ഇപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ ഉളവാക്കുന്ന കാര്യങ്ങളിൽ എത്രത്തോളം ഫലപ്രദമായി നമുക്ക് അതിന് പരിഹാരം കാണാം, അതിന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ബോഡി മാത്രമാണ് ഇപ്പൊ ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. പിന്നെ അതിന്റെ ഒരു ഇംപ്ലിമെന്റിംഗ് ലെവലാണ് നെക്സ്റ്റ് വരുന്നത്. അത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് അതിന്റെ ചർച്ചകളോ കാര്യങ്ങളോ നടത്തേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ചർച്ചകൾ മറ്റ് പ്രതിനിധികളുമായിട്ട് ചർച്ചകൾ നടത്തിയതിനു ശേഷം പിന്നീട് ഈ എല്ലാ ബോഡിയിലുള്ള എല്ലാ റെപ്രസെന്റേറ്റീവ്, ഇപ്പൊ ഞാനായാലും ഇപ്പൊ മറ്റുള്ള ഉദ്യോഗസ്ഥരായാലും ഒക്കെ ഇവിടുന്ന് സ്ഥലം മാറി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും, പുതിയ ആളുകളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ അവിടെ എടുത്ത ഒരു തീരുമാനം ഇവിടെയുള്ള നിലവിലുള്ള സെക്രട്ടറിമാർ, വേറെ സെക്രട്ടറി, എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങളെ പോലുള്ള പല ആളുകളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നടപ്പിലാക്കേണ്ട അടുത്ത ഉദ്യോഗസ്ഥർ വരുന്ന അത് നടപ്പിലാക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ, അടുത്ത ചർച്ചകൾ നടത്തുക, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. ഇത് നടക്കില്ല, അല്ലെങ്കിൽ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയിട്ട് മതി അടുത്ത തീരുമാനം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ചേലക്കരയുടെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഇടം, ജസ്റ്റ് ടു ഡിസ്കവർ യുവർ സെൽഫ്. ഇത് വെറും ഒരു ബ്യൂട്ടി പാർലർ അല്ല, ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്. വൻ നഗരങ്ങളിലെ പ്രീമിയം വൈബ് ഇനി നമ്മുടെ ബണ്ടിൽ. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഇണങ്ങുന്ന ലുക്ക്, ട്രെൻഡിംഗ് ഹെയർ കട്ടുകൾ മുതൽ റിലാക്സിംഗ് സ്പാ വരെ, എവറിത്തിങ് ഈസ് ക്രാഫ്റ്റഡ് വിത്ത് പ്രിസിഷൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കംഫർട്ടബിൾ ആയ അറ്റ്മോസ്ഫിയർ. വി വാല്യൂ എ കംഫർട്ട് ആസ് മച്ച് ആസ് യുവർ സ്റ്റൈൽ. ലുക്കിൽ മാറ്റം വരുത്താം, കോൺഫിഡൻസ് വീണ്ടെടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടേഴ്സ് ടവർ, മെയിൻ റോഡ്, ചേലക്കര. ലെറ്റ് യുവർ സ്റ്റൈൽ സ്പീക്ക്.